എൻ്റെ പേര് ടീന. ഇന്ന് പെസഹ വ്യാഴം. ലോകത്തിൻ്റെ സ്നേഹവും നന്മയും നമ്മൾ കാണിച്ചു തന്ന യേശുവിൻ്റെ ആ ഒരു മഹത്തായ ദിവസമാണ് പെസഹ വ്യാഴം എന്ന് പറയുന്നത്. യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ആ ഒരു അന്ത്യ അത്താഴ വിരുന്നെന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്. ബൈബിളിലൊക്കെ നമ്മളുടനീളം വായിക്കുന്നത് അന്ത്യ അത്താഴ വിരുന്നെന്നാണ്. ക്രൂശ് മരണത്തിന് മുമ്പുള്ള ആ ഒരു ഭക്ഷണം എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിച്ച ആ ഒരു നിമിഷത്തെയാണ് നമ്മൾ പെസഹ എന്ന് പറയുന്നത്. ഈ ദിവസം പള്ളിയിൽ ഒരുപാട് ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം നടക്കുന്ന ഒരു ദിവസമാണ്. അതിനേക്കാൾ ഉപരി ഇന്നേ ദിവസം നമ്മൾ യേശുവിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മൾ കുരിശപ്പം, അതുപോലെ ഇൻട്രിയപ്പം, പാല്, ഇങ്ങനെ നമ്മൾ ഭക്ഷണങ്ങൾ തയ്യാറാക്കാറുണ്ട്. ആ ഒരു ചടങ്ങും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അത് ഇന്ന് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് അറിയണം എന്നില്ല. അപ്പം അവർക്കൂടെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അത് നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ പെസഹ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് അരിപ്പൊടിയാണ് ആവശ്യം. അത് പച്ചമാവാണ്, വറുത്ത പൊടിയല്ല, പച്ചമാവാണ് ആവശ്യം. അത് ഞാൻ ഒരു കിലോ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അടുത്തതായി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 2 തേങ്ങ ചിരവി നമ്മളതിനെ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കൂടിയാലും കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ 2 തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നീട് അടുത്തായി വേണ്ടത് നമ്മൾ വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി, ഇത്രയും കുതിർത്ത് അരച്ചതാണ്. ഇതാണ് നമുക്കിനി വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഉഴുന്ന്, അതൊരു 3 സ്പൂൺ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അതും അരച്ചത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം, ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് കുഴയ്ക്കേണ്ടതെന്ന് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അരിപ്പൊടിയിലേക്ക് ആദ്യമായിട്ട് തേങ്ങ ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത് ചതച്ച ആ പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചേക്കും. ഇത് നമുക്ക് ഇതിന് കൂടെ തന്നെ ഒരു പാല് ഉണ്ടാക്കുന്നുണ്ട്. പെസഹ അപ്പത്തിന് കൂടെ പാലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്നു. ഇനി അടുത്തത് ഉഴുന്നും അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ട് അതും നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നീട് അതിലേക്ക് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഞാനിവിടെ വെള്ളമാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുക. നമ്മൾ തേങ്ങയിൽ ആഡ് ചെയ്തിരിക്കുന്ന വെള്ളത്തിനെ അറിഞ്ഞു വേണം വീണ്ടും നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ വെള്ളം കൂടാൻ ചാൻസ് വരരുത്. ഈ പൊടിയിലേക്ക് നമ്മൾ ആദ്യം ചതച്ച തേങ്ങ ഇട്ടു. പിന്നീട് അതിനുശേഷം നമ്മൾ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ആ പേസ്റ്റ് ആഡ് ചെയ്തു. പിന്നീട് ഉഴുന്നും നമ്മളിതിലോട്ട് ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഇവ ചേർത്ത് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തേങ്ങയുടെ ഇതിലുള്ള വെള്ളം അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇതിൽ നമ്മൾ ശരിക്കും ഉപ്പ് നോക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഉപ്പ് നോക്കി വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാനേ.
ഒരല്പം തിക്കായിട്ടുള്ള ഫോമിലായിരിക്കണം ഇത് എടുക്കേണ്ടത്. നമ്മൾ ഇതിലേക്ക് കുഴയ്ക്കാൻ എടുക്കുന്ന വെള്ളം അത് നമ്മൾ ചെറിയ ചൂടുവെള്ളം വേണം. തിളപ്പിച്ചാറിയ വെള്ളമാണ് നല്ലത്. ചെറിയ ചൂടുണ്ടായിരിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി, വെള്ളം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ കറക്റ്റ് മാവിൻ്റെ ആ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട്. ഇത് പണ്ട് നമ്മുടെ കാരണവന്മാരാണ്, വീട്ടിൽ അച്ഛൻ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ കുട്ടികളെല്ലാം അത് നോക്കി നിൽക്കാറേ ഉള്ളൂ, കണ്ട് നിൽക്കും. കാരണം വീട്ടിലെ വയസ്സായ കാരണന്മാരാണ് നമുക്കിത് ചെയ്തു തരേണ്ടത്. അങ്ങനെ അത്രയും വിശുദ്ധമായിട്ടുള്ള ഒരു അപ്പമാണിത് തയ്യാറാക്കുന്നത്. അങ്ങനെയാണിത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തിക്നെസ് ആയിട്ടാണ് ഇങ്ങനെ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. മാവ് നമുക്ക് ഇലയിൽ വെച്ച് പരത്താനായിട്ട് നമുക്കിത് കറക്റ്റ് പാകത്തിനാണ് ഇതേപോലെ മാവ് കുഴയ്ക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. വലിയ ചെമ്പ്, വാർപ്പെന്ന് പറയും, അതിലൊക്കെയാണ് വീട്ടിലുള്ളവർ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ അടുപ്പ് വെളിയിൽ കൂട്ടി അതിൽ മണിക്കൂറുകളോളം നിന്നാണ് ഇതൊക്കെ വെന്ത് റെഡിയായി വരുന്നത്. അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടാക്കും. ഇത് നമ്മൾ കഴിച്ചതിന് ശേഷം മിച്ചം വരുന്നത് നമ്മൾ ഉണക്കി വെച്ചിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള മക്കൾക്ക് അന്ന് അയച്ചു കൊടുക്കുകയൊക്കെ പതിവുണ്ടായിരുന്നു, വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഭക്തിയോടുകൂടിയാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കുന്നത്. രാവിലെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് ഇത് അടുപ്പത്ത് വെക്കുന്നവർ ചെയ്യുന്നവർ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് അത്രയും വിശുദ്ധമായിട്ട് വന്നിട്ടാണ് ഈ മാവിൽ തൊടുന്നത് തന്നെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് പറയുന്നത്. പെസഹ അപ്പം പുളിപ്പില്ലാത്ത അപ്പം എന്നാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് വെച്ചിരുന്ന് പുളിപ്പിക്കുക അല്ലെങ്കിൽ കള്ള്, ഈസ്റ്റ് ഇങ്ങനെ ഇട്ട് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ പുളിപ്പിച്ചെടുക്കുന്ന മാവല്ല ഇത്. നമ്മൾ കുഴച്ചാൽ ഉടനെ തന്നെ ഇലയിൽ പരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ കുഴച്ചെടുത്ത ആ ഒരു മാവ് നമ്മൾ കുരിശപ്പം, ഇത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരു പ്ലേറ്റിൽ ഇല വെച്ചിട്ട് അതിലോട്ട് ഈ മാവ് വെച്ച് പരത്തുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതിനെയാണ് നമ്മൾ കുരിശപ്പം എന്ന് പറയുന്നത്. ശരിക്കും ഇമ്പോർട്ടൻ്റ് ഉള്ള അപ്പം ഇതാണ്. ഒരു പ്ലേറ്റിൽ നമ്മൾ വാഴയില വെച്ചിട്ട് അതിലാണ് നമ്മളിതുപോലെ ഒരു ചെറിയ കട്ടിക്കാണ് നമ്മളിത് പരത്തി വയ്ക്കുന്നത്. പിന്നീട് നമ്മൾ ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു കുരുത്തോലയുണ്ട്. അപ്പോൾ ആ കുരുത്തോല നമ്മളൊരു കുരിശിൻ്റെ ആകൃതിയിൽ ആക്കിയതിന് ശേഷം, ഇതേപോലെ നമ്മൾ കുരിശിൻ്റെ ആകൃതിയിലാക്കിയതിന് ശേഷം നമ്മളത് ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ സെൻറ്ററിൽ കുരിശ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇല മടക്കി ഇതിനെ പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ മടക്കി ഇത് നമ്മളിനി സ്റ്റീമിൽ വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം റെഡിയാക്കി മാറ്റി വയ്ക്കുക. അതിന് ശേഷമാണ് ഇനി നമ്മൾ ഇൻട്രിയപ്പം എന്ന് പറയുന്ന അടുത്ത ഒരു അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മാവിൽ തന്നെ നമ്മൾ ഇലയിൽ തന്നെ പ്ലേറ്റ് ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് ഇൻട്രിയപ്പം, ഇല മാത്രം വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇൻട്രിയപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഈ ഒരു വലുപ്പത്തിൽ എടുത്ത് നമ്മൾ ഈ ഇലയിലോട്ട് പരത്തുകയാണ്.
പൊതിയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരുപാട് കട്ടി വേണമെന്നില്ല, കുറച്ച് നൈസായിട്ട് നമ്മൾ പരത്തിയാലും മതി. ഈ ഇലയിലോട്ട് ഈ മാവ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇല മടക്കേണ്ടത് ഒരു ക്രോസ് ആയിട്ട് തന്നെ മടക്കണം. ഇതേപോലെ ക്രോസ് ആയിട്ട് മടക്കണം. അപ്പം നമുക്ക് ഈ ആകൃതിയിൽ കിട്ടും. ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാം മടക്കി ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. ഇത് നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിലാണ് ഇത് വെക്കുന്നത്. നമ്മൾ അപ്പച്ചെമ്പെന്ന് പറയും, ഇഡ്ഡലി കുട്ടുക എന്ന് പറയും. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കേണ്ടത്. ഇതേ ഷേപ്പിൽ തന്നെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിന് മുകളിൽ ഇഡ്ഡലി കുട്ടകം വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം എടുത്ത് വെക്കേണ്ടത് നമ്മൾ ഈ മാറ്റി വെച്ച കുരിശപ്പമാണ്. ഈ കുരിശപ്പം അത് നമ്മൾ പ്രാർത്ഥിച്ച് തന്നെയാണ് വെക്കുന്നത്. ആദ്യം നമ്മൾ ആ കുരിശപ്പമാണ് വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആ പരത്തി വെച്ച എൻട്രിയപ്പം എന്നാണ് പറയുന്നത്. പരത്തിയെല്ലാം നമ്മൾ പെറുക്കി ഓരോന്നോരോന്ന് വെച്ച് എടുക്കുകയാണ്. പരത്തി വെച്ചിരിക്കുന്ന എല്ലാം ഇൻട്രിയപ്പം നമ്മളെല്ലാം ഈ കുട്ടകത്തിനകത്താക്കി ഇതെല്ലാം നമ്മൾ പെറുക്കി വെച്ചതിന് ശേഷം നമ്മളിനി ഇത് അടപ്പ് വെച്ച് അടച്ച് നമ്മളത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അപ്പം എന്തായാലും റെഡിയായി കഴിഞ്ഞു. അത് വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പാല് കുക്ക് ചെയ്യാനായിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ പാത്രം വെച്ചു. ഫസ്റ്റ് നമുക്ക് അതിനകത്ത് എടുക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ശർക്കര നമ്മൾ ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ശർക്കര ഡയറക്റ്റ് ഇടുന്നത് കട്ടയും കല്ലും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അപ്പം ഉണ്ടാക്കിയപ്പോൾ എടുത്ത് വെച്ചിരുന്ന ആ ഉഴുന്നിനെ ഞാൻ അല്പം എടുത്ത് മാറ്റി വെച്ചിരുന്നായിരുന്നു. അതും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരച്ചതും അപ്പോഴും ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഈ പാല് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് തേങ്ങാപ്പാൽ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് വെള്ളം പോലെ ആക്കിയിട്ട് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇത് നമ്മൾ ഒരു തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ളത് പോലെ എടുക്കാം കേട്ടോ. കാരണം ഒരു തേങ്ങ അല്ലെങ്കിൽ 2 തേങ്ങയ്ക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ച ശർക്കരയാണേ. അത് ആഡ് ചെയ്ത്
കൊടുക്കുകയാണ് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്ക് ഈ പച്ചപ്പൊടി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ ഒന്ന് മിക്സ് ചെയ്യാം. ആ അരിമാവ് തന്നെയാണ് കേട്ടോ, അപ്പത്തിനെടുത്ത ആ അരിമാവിൻ്റെ കുറച്ച് ഭാഗം 2-3 സ്പൂണാണ് ഞാൻ എടുത്ത് വെച്ചത്. അപ്പം അതിനെ ഞാനൊന്ന് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. തേങ്ങാപ്പാലിലാണേ. ഇതിലേക്ക് ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉഴുന്ന് അരച്ച് വെച്ചതാണേ. അതുപോലെ തന്നെ നമ്മൾ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരച്ച ആ പേസ്റ്റും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് അധികം ജോലിയില്ല കേട്ടോ, അത്ര തന്നെ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിളച്ചിത് തൂവി വെളിയിലോട്ട് വരരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ വെളിയിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പം നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിന് റെഡി ആയി എന്നുള്ളതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഏലക്ക മതി, ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇല്ലെങ്കിൽ മൂട്ടിൽ അടിയിൽ ഇങ്ങനെ പിടിക്കാൻ പാടില്ല കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അപ്പത്തിന് വെച്ചതുപോലെ കുരുത്തോല, ഞാൻ പറഞ്ഞല്ലോ കുരുത്തോല നമ്മളൊരു കുരിശാകൃതിയിൽ റെഡിയാക്കിയിട്ട് അത് അപ്പത്തിൽ വെച്ചതുപോലെ തന്നെ നമ്മൾ ഈ പാലിലും ആ ഒരു കുരുത്തോല നമ്മൾ വെക്കാറുണ്ട്. അതിലോട്ട് ഇട്ടേക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പാല് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അപ്പവും ഈ പാലും ഇത് നമ്മുടെ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ശരീരവും രക്തവും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് ബൈബിളിലൂടെ വായിച്ചറിയാൻ പറ്റിയിട്ടുള്ളത്. കാരണം അന്ത്യ അത്താഴം എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ അന്ത്യ അത്താഴം എന്നാണ്. ദുഃഖവെള്ളിയുടെ തലേ ദിവസമാണ് ഈ ഒരു ചടങ്ങ് നമ്മൾ ആചരിക്കുന്നത്. കാരണം യേശുവും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ക്രൂശ് മരണം ആവുകയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് ഇതേപോലെ അവരെല്ലാവരോടും ഒരുമിച്ച് കൂടി അവർ ആഹാരം കഴിക്കുകയും അതുപോലെ കാല് കഴുകൽ ചടങ്ങ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പള്ളിയിൽ ഈ ദിവസം, ഈ വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസം പള്ളിയിൽ പല കുർബാനകളും അതുപോലെ തന്നെ കാല് കഴുകൽ ശുശ്രൂഷകളും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടാവും. അപ്പം ഇതൊരു അത്രയും വിശുദ്ധമായിട്ടുള്ള ഒരു ആചാരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്.